യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി.ബി. ബിനു ഉദ്ഘാടനം ചെയ്തു. YHAI പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജൻ മണാലിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മുൻ മേയർ സൗമിനി ജെയിൻ, കലാഭവൻ പ്രസാദ്, സാജൻ പള്ളുരുത്തി എന്നിവർ മുഖ്യാതിഥികളായി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കുകയും 2026-28 വർഷത്തേക്കുള്ള തിരഞ്ഞെടുപ്പും നടന്നു. യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം പള്ളുരുത്തി വിപിൻ സാർക്കേഡിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി.ബി. ബിനു ഉദ്ഘാടനം ചെയ്തു. സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടത്ര അവരെ നോക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവര് വെള്ളത്തിൽ വീണ് മരിക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വർഷാവർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിന് എന്ത് പരിഹാരം എന്ന ചോദ്യത്തിന് DPI പറഞ്ഞത് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാരം ആർക്കാണ്? മാതാപിതാക്കൾ. കുട്ടികൾ മരിച്ചുപോയതിന്റെ നഷ്ടം. അപ്പോൾ അവർക്ക് സംഭവിച്ച നഷ്ടത്തിന് ഒരിക്കലും എത്ര കോടി കൊടുത്താലും നഷ്ടപരിഹാരം ആവില്ല എന്ന് തിരിച്ചറിവ് നമുക്കുണ്ട്. അവരുടെ പ്രിയപ്പെട്ട മക്കളുടെ അകാലത്തിലുള്ള മരണം അവര് അനുഭവിക്കുന്ന വേദനയ്ക്ക് എന്ത് നഷ്ടം കൊടുത്താൽ നമുക്ക് അത് പരിഹരിക്കാൻ കഴിയും എന്ന വലിയൊരു ചോദ്യം ഉയരുന്നുണ്ട്. KA വേണുഗോപാൽ വെമ്പിള്ളി ഭദ്രദീപം കൊളുത്തി. YHAI പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജൻ മണ്ണാളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ മേയർ സൗമിനി ജെയിൻ, കലാഭവൻ പ്രസാദ്, സാജൻ പള്ളുരുത്തി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. അറിവ് നേടണം എന്നുള്ള വിചാരത്തോടു കൂടി ഏത് മേഖലയിൽ തീരെ പ്രവൃത്തി പരിചയം ഇല്ലാത്ത സ്ഥലത്ത് ചെന്നാലും അറിവ് നേടണമെന്നും അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും സിൻസിയർ ആയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു ഗോളി 100 ഗോള് പിടിച്ചു എന്ന് പറഞ്ഞാലും അതൊന്നും ആൾ പറയില്ല. എത്ര എണ്ണം വിട്ടു എന്ന് ചോദിക്കുവാണ്. എത്ര ഗോളി വിട്ടു കൊള്ളി എന്ന് ചോദിക്കും. 2 എണ്ണം വിട്ടു. ബാക്കി ഒരു 100 പിടിച്ചിട്ടുണ്ടാവും പുള്ളി. അപ്പൊ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾക്കൊന്നും ഇപ്പൊ വലിയ പ്രസക്തിയൊന്നും ഇല്ല. ഒരു സാഹസമായിരുന്നു SLC, പിന്നത് ഡിഗ്രി സാഹസമായിരുന്നു. പിന്നെ സാഹസമൊന്നും കാണിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോഴാണ് കല്യാണം കഴിച്ചത്. അതൊരു സാഹസമായി. അങ്ങനെ കുറെ സാഹസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. റിഡ്ജൻ റിബല്ലോ, പള്ളുരുത്തി രാമചന്ദ്രൻ, സുമ വിപിൻ, ദീപം വത്സൻ, NG കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് TJ ഇഗ്നേഷ്യസ്, YHAI വൈസ് പ്രസിഡന്റ് വിപിൻ പള്ളുരുത്തി, ട്രഷറർ MJ ബെസ്റ്റി എന്നിവർ സംസാരിച്ചു. സാഹസികതയുടെ ലോകത്ത് വലിയ നേട്ടങ്ങൾ കൊയ്ത അനേകം പേരെ വാർത്തെടുത്ത ഈ പ്രസ്ഥാനം ഇന്ന് സമൂഹത്തിന് നന്മയുടെയും സാഹസത്തിന്റെയും പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുവാൻ സാധിക്കുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ പ്രതീക്ഷകളായ നമ്മുടെ യുവജനങ്ങളെ സാഹസികതയുടെ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ ഏറ്റവും അധികം പ്രേരിപ്പിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് വിബി. യുവാക്കളെ നല്ല നിലയിലേക്ക് വിടാൻ വേണ്ടി ഒരുപാട് സൗമിനി മാഡം എറണാകുളം ജില്ലയിലെ വികസനത്തിന്റെ ഒരു വലിയ നാഴികക്കല്ലായിട്ട് മാഡത്തെ കാണാൻ സാധിക്കും. അതിപ്പോഴല്ല, കുറച്ചുകൂടി കഴിയുമ്പോഴാണ്. ജീവിച്ചിരിക്കുമ്പോൾ ആരും ഒന്നും പറയില്ല. 90 വയസ്സായ ഒരു വ്യക്തി നമ്മുടെ ഇടയിലുണ്ട്. അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞ നേട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതാണ് ഈ സംഘടനയുടെ ഒരു സവിശേഷത എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച 9ഓളം വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് YHAIയുടെ 2026, 27, 28 വർഷത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു. YHAI സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ജാഫർ കണ്ണൂർ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി നടത്തിയ ചിത്രരചന മത്സരത്തിൽ വിജയിച്ചവർക്ക് സാജൻ പള്ളുരുത്തി സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR Opticals, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.